ഹായ് ഹലോ. അപ്പോൾ ഞാനും വോയിസ് റെക്കോർഡും രായാവിൻ്റെ അച്ഛനും. വോയിസ് റെക്കോർഡിൻ്റെ കാര്യം നമ്മൾ പറയണമല്ലോ, സ്വാഭാവികമായിട്ടും പറയണം. ഇപ്പോൾ പൊതുവെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വോയിസ് റെക്കോർഡ് കച്ചവടം ചെയ്തുകൊണ്ടാണ് എനിക്കെതിരെ കേസ് വന്നതെന്നാണ്. ഞാൻ ഒരു രായാവിൻ്റെ അമ്മയെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കെതിരെ കേസ്. അതും ഞാൻ വന്നതിൻ്റെ അന്ന് ഒരു FIR ഇടുന്നുണ്ടായെന്ന് എനിക്കറിയില്ല. പിറ്റേന്ന് രാവിലെയാണ് എനിക്കെതിരെ FIR ഇടുന്നത്. അപ്പോൾ ഒരു ഫേക്ക് ഒരു സാധനം ഉണ്ടാക്കി ജനങ്ങളെ പറ്റിച്ചാണെന്ന് മനസ്സിലായി. പക്ഷേ അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾ അത് തെറ്റായിട്ട് പറയാം. ഇനി കാര്യത്തിലേക്ക് വരാം. വോയിസ് ആരാണ് ആദ്യമായിട്ട് വോയിസ് വെളിയിൽ വിടുന്നത്? ഞാനാണോ? എൻ്റെ വോയിസ് ആലുവക്കാരൻ എന്ന് പറയുന്ന ചാനലിൽ കിടപ്പുണ്ട്. അതും പണം വാങ്ങി, രായാവ് തന്നെ പണം വാങ്ങി, രായാവിൻ്റെ കൂടെ ഉള്ളവരും കൂടെ പണം വാങ്ങി എനിക്കെതിരെ ഒരു വോയിസ്, എന്താ പറയുന്നത്, വോയിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം കട്ട് ചെയ്തിട്ട് ഒരു വോയിസ് ഇപ്പോഴും ആലുവക്കാരൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ആ വോയിസ് വന്നതോടെ എനിക്ക് നല്ല സൈബബിൾ വന്നു. അപ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി തെളിയിക്കാൻ വേണ്ടി എനിക്ക് ഷാലിച്ചേട്ടൻ വോയിസ് തരുന്നു. അതേ കണക്ക് രായാവിൻ്റെ മുൻ മാനേജർ വോയിസ് തരുന്നു. ഇതെല്ലാം എവിഡൻ്റായിട്ടുള്ള കാര്യങ്ങളാണ്. എവിടെ ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ ഇതാക്കാം. രായാവിൻ്റെ മുൻ മാനേജർ വോയിസ് തരുന്നു. അതുപോലെ തന്നെ രായാവിൻ്റെ അഡ്മിൻ, ഇപ്പോഴത്തെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ എനിക്ക് വോയിസ് തരുന്നു. ഇത് ഇത്രയും എനിക്ക് വ്യക്തമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്രയും പേരും വോയിസ് തന്നു. ഇതിപ്പം പോലീസ് കേസ് ആയതുകൊണ്ട് എനിക്കത് തെളിവോ ബാക്കി കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ബിക്കോസ് അതിനകത്ത് ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ പേരുണ്ട്. അങ്ങനെ ഒരു വോയിസ് തരികയും തുടർന്ന് ഞാനത് ഓരോ അവസരത്തിൽ എൻ്റെ ഓരോ ഭാഗവും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാനത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. തെറ്റാണ്, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. തെറ്റാണ്. പക്ഷേ എന്നോട് ചെയ്തതിന് എനിക്ക് ഈ നമ്മളെ ബുള്ളി ചെയ്യാൻ വേണ്ടി എൻ്റെ പേഴ്സണൽ വോയിസ്, അതും എൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് വെളിയിട്ടവർക്ക് ഒരു ഇഷ്യൂ ഇല്ല, ഒരു പ്രശ്നമില്ല. എനിക്ക് മാത്രം ലീഗൽ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് എന്ന് ആലോചിക്കാൻ നേരത്താണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ അങ്ങനെയുള്ളവർക്ക് ഇതുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ അവർ വെളിയിൽ വിട്ട ഒരു വോയിസ് എന്ന് പറയുന്ന സാധനം ഞാനും ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ, രായാവിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിനും തമ്മിൽ സംസാരിച്ചതാണ്. 10 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് മൊത്തം അവർ വെളി വിട്ടിട്ടില്ല. അത് കട്ട് ആൻഡ് പേസ്റ്റ് ആണല്ലോ. എന്തായാലും ഒരാൾ മാത്രമായിട്ട് നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വോയിസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. 2 പേരുള്ള സംഭാഷണമാണല്ലോ. അപ്പോൾ അതിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് VBA ഇതിനകത്ത് എന്നെ പെടുത്തണമെന്ന് ആർക്കും ഇല്ല, സീരിയസ് ആയിട്ടും ഇല്ല. എന്നോട് 3-4 പ്രാവശ്യം വിളിച്ച് സംസാരിച്ചവരെല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ VBA ഇട്ട് കൊടുക്കണം, ഇതെല്ലാം VBA തന്നെയെന്ന് പറയണം. ഒരിക്കലുമല്ല. എനിക്ക് തന്നത് ഷാലിച്ചേട്ടൻ, അതേ കണക്ക് ഈ പറയുന്ന രായാവിൻ്റെ മുൻ മാനേജർ, അതുപോലെ ഇപ്പോഴത്തെ അഡ്മിൻ, ഇത്രയും പേര് 3 പേരുടെയും കൃത്യമായ തെളിവെൻ്റെ എവിഡൻറ്റോട് ഇരിപ്പുണ്ട്. ആർക്ക് വേണമെങ്കിലും കേസിന് പോകാം, ഒരു കുഴപ്പമില്ല. അതേപോലെ എന്താ പറയുന്നത്, ഇതിൻ്റെയൊക്കെ പണകാര്യങ്ങൾ, എനിക്കെതിരെ വന്നതിൻ്റെ പണകാര്യങ്ങളും എല്ലാം രായാവിൻ്റെ അച്ഛൻ, അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തി, അവരൊക്കെയായിരുന്നു ചെയ്തത്. അപ്പോൾ അവരാണ് അതിൻ്റെ പൈസയുടെ ഇടപാടും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അന്നും ഈ പണം കൊടുത്ത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതിപ്പം പൊതുവായിട്ട് പറയുക, ഇത് VBA പെടുത്തുക. ഇപ്പോൾ മുല്ല ആകെ പെട്ടിരിക്കുകയാണ്. അപ്പം വിബി മോശക്കാരനാക്കണം, വിബിയെ സമൂഹത്തിൽ എന്താ പറയുന്നത് ഏറ്റവും മോശമായ ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കണം, അതാണ് ഉദ്ദേശം. സോ മുല്ലയുടെ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന രായാവിൻ്റെ ആൾക്കാരും ഒക്കെ ഒരുമിച്ച് വിബിയെ ഉപദ്രവിക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് ജിൻഡോയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നൊരു വിബിക്കൊപ്പം നിന്നു. ഇപ്പോൾ അവരെല്ലാവരും ഒരു ചെറിയ തെറ്റിൻ്റെ മണ്ടയിൽ, ആ പയ്യൻ്റെ മണ്ടയിൽ കുതിര കയറുകയാണ്. ഇന്നലെ പറയുന്ന പലരും വീഡിയോ ഇട്ട് പറയുന്നു വീണ്ടും വോയിസ് റെക്കോർഡെന്ന്. ആ വോയിസ് റെക്കോർഡ് വിബി ഇന്നലെ ഇട്ട വോയിസ് റെക്കോർഡ് പോലും ആക്ച്വലി അത് വിബി എടുത്തതല്ല, അത് ആരോൺ എടുത്തതാണ്. അത് വിനീത് പറയുന്നുണ്ട്. വിനീത് പറഞ്ഞിട്ട് ആരോൺ എടുത്ത വോയിസാണ്. എന്നിട്ടും എന്തിനാണ് അവനെ മാത്രം ഇങ്ങനെ ഇത് പറയുന്നത്? ഇവിടെ ആരാണ് വോയിസ് എടുക്കാത്തത്? ഇപ്പോൾ എൻ്റെ വോയിസ് അല്ലേ വെളിയിലിട്ടിട്ട് ഇവർ സത്യം തെളിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വന്ന് ന്യായീകരിക്കാൻ വേണ്ടി എൻ്റെ വോയിസ് അല്ലേ ഇത് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞ് പ്രവോക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരുടെ ഒരു അഡ്മിനെ കട്ട് ചെയ്ത് ആ ടീമിൽ നിന്ന് കളയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആ അഡ്മിൻ വെളിയിൽ പോയ ഒരു സ്ത്രീയായിരുന്നു, അവരെ വെളിയിലാക്കാൻ വേണ്ടി അവരുടെ കൂട്ടത്തിലുള്ള ഒരു അഡ്മിൻ ഇതേ കണക്ക് പറഞ്ഞു ഇന്ന ആളുകളുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരൊക്കെ പറയുന്നുണ്ട്. ആ വോയിസ് ഫുള്ളിലുള്ള ഒരു ഇത് അവർ കാണിക്കണം.
കാര്യം ഇപ്പോൾ വോയിസിൻ്റെ വിഷയം വന്നുകൊണ്ട് ഞാനായിട്ട് ഇനി അത് ചെയ്യുന്നില്ല. എന്താ പറയുന്നത്, വോയിസ് വരും. കാരണം ഇവിടെ ആരവൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരവ് ഇദ്ദേഹത്തിൻ്റെ ഫിയാൻസിയോട് പറയുന്ന കാര്യങ്ങളുമൊക്കെ വോയിസായിട്ട് വരാതിരിക്കുകയാണ്. അതിന് വെളി വരണം. കാര്യം ഇതിൻ്റെ സത്യാവസ്ഥ, മുഖം മൂടി പൊളിഞ്ഞ് എല്ലാം വെളിയിൽ വരും. കാര്യം എന്തായാലും കേസ് കാര്യങ്ങളൊക്കെ വരുമല്ലേ. അപ്പം സത്യങ്ങൾ ജനങ്ങളും കൂടെ അറിയട്ടെ എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ ഞാൻ വിവിയോട് പറയുകയാണ്, വിവി നിൻ്റെ ജെന്യൂനിറ്റി ജനങ്ങളെ മാത്രം ബോധ്യപ്പെടുത്താൽ മതി. അല്ലാതെ കിക്കെന്ന് പറയുന്ന സംഘടന ഇതുപോലെ ഒരാളെ വെളുപ്പിക്കാൻ വേണ്ടി, ഒരു നാറിക സ്ത്രീയെ വെളുപ്പിക്കാൻ വേണ്ടി ഈ കാണിക്കുന്ന വേലയിലൊന്നും നീ ഭയപ്പെടാമെന്നും വേണ്ട. കുറച്ച് പേര് അത് നിന്നോടൊപ്പം ഉണ്ട്. അന്ന് വിവിക്ക് കൈയടിച്ചവരെല്ലാം ഇന്ന് വളരെ മോശമായിട്ട് പറയുന്നു. പിന്നെ പറയുന്നു ലാപ്ടോപ്പ് എടുത്ത് കുറേ ആരോപണങ്ങൾ, ഇപ്പം മുല്ലയുടെ ഭാഗത്തു നിന്ന് കുറേ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവൻ ലാപ്ടോപ്പ് എടുത്ത് അതും ഇതുമൊക്കെ ചെയ്തെന്ന്. എന്തിനാടോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ട് വരുന്നത്? എന്തിന് ലാപ്ടോപ്പ് എടുക്കണം? ഇങ്ങനൊന്നും അല്ലല്ലോ തന്തപ്പടി വന്നിരുന്ന് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത്. അപ്പം ഇനി പുതിയ കുറേ കഥകൾ ബിബിക്കെതിരെ വരും. ചിലപ്പം ഇതൊക്കെ വരും. അതേ കണക്ക് തന്നെ ബിബിയെ പറ്റി പറയുന്ന ബിബി ഇവളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോന്ന്. അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് അവളെ തല്ലണമെന്നേ ഞാൻ പറയും. ഒരിക്കലും ബിബിയെ തല്ലണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിബിയുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള കാര്യം, സ്റ്റാറ്റസ് എന്താണെന്നുള്ള കാര്യം ഞാനാണ് അവളോട് പറഞ്ഞത്. ഒരു വണ്ടിയിലിരുന്നുകൊണ്ടാണ്. കാര്യം ഇവളുടെ ആട്ടവും കുഴച്ചിലും ഒക്കെ കൂടുതലാണെന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ ഇവളോട് പറയും. അതിന് ശേഷം സിനിമ കാണാൻ ഞങ്ങളെല്ലാവരും കൂടെ അന്ന് ഒരു സിനിമ കാണാൻ പോയി. പടത്തിൻ്റെ പ്രേമലു എന്ന് പറയുന്നൊരു സിനിമ കാണാൻ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. അന്ന് ചേച്ചി ഷിയാസ് കരീമൊക്കെ ഉണ്ടായിരുന്നു, അതുൽ ഒക്കെ ഉണ്ടായിരുന്നു. അന്നും പോകുന്ന സമയത്തും വിബി ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കാൻ നേരത്ത് ഇവളാണ് കൈ പിടിച്ചുകൊണ്ട് പോയി വിബി അവിടെ കൊണ്ട് ഇരുത്തുകയൊക്കെ ചെയ്യുന്നത്. ബ്രദർഹുഡ് എന്നോടന്ന് പറഞ്ഞത് ബ്രദർഹുഡ് ഫീലാണ് ഇവർ തമ്മിലുള്ളതെന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ തന്നെ അതേ കണക്ക് ഞങ്ങൾ ഉറങ്ങിക്കിടന്ന സമയത്ത് ഇവനെ വിളിച്ചുകൊണ്ട് ഇവരാണ് മറ്റേ കാതറിക്കട പരിപാടിക്കും മറ്റുമൊക്കെ പോകുന്നത് ഇതാണ്. അതേ കണക്ക് പോകുന്നിടത്ത് അന്നത്തെ വീഡിയോസ് പ്രൂഫെല്ലാം കിടക്കുവാണ്. ആ പ്രൂഫുകളെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ നോക്കും. അന്നവന് ഈ പറയുമ്പോൾ ഒരു കോഴിയാണ് ഇവൻ്റെ പുറമെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേര് വീണു. ഇതിനകത്ത് പല സ്ഥലത്തും അവൻ മാറിപ്പോകാന്നിടത്തും അവൻ്റെ കൈ പിടിക്കുവാണ്. അപ്പോൾ ബ്രദർഹുഡ് ഫീലോ എന്തോ ആയിക്കോട്ടെ. സോ അവിടെ അവനെ പോർട്ടർ ചെയ്യുന്നു. അങ്ങനെ അവളുടെ കൂടെ നിന്നിട്ട് ബ്രദർഹുഡ് ഫീലിൽ നിന്നിട്ട് അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെയും കൂടെ കുറ്റമാണ് ആയിരിക്കണം. അങ്ങനെ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവിൽ. കാര്യം ഇവിടെ ട്രെയിനിൻ്റെ കാര്യമൊക്കെ പറയുന്നത്, ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ ക്യാബിനൊക്കെ ആൾക്കാർ പറയുക ട്രെയിനിൽ പോയെന്നൊക്കെ. വന്ദേ ഭാരതിലാണ് പോയത്. അവിടെ ക്യാബിനൊന്നുമില്ല. എല്ലാവർക്കും ഓപ്പണായിട്ട് വലിയ ക്യാബിനായിട്ടാണ് കിടക്കുന്നത്. ആ ക്യാബിനിൽ എല്ലാവരും കൂടെ ഞാൻ അടുത്തടുത്തിരിക്കും. ഒരിടത്ത് ഈ 2 സീറ്റ് വെച്ചുണ്ട്. 2 വെച്ച് ഇങ്ങനെ അടുത്തടുത്തടുത്ത സീറ്റുകളാണ്. 2 പേര് ഇവിടെ ഇരിക്കുന്നു, 2 പേര് അപ്പുറത്തിരിക്കുന്നു. ആ ഒരു സിസ്റ്റത്തിലാണ് ഇടുന്നത്. മാത്രമല്ല നിങ്ങൾ എൻ്റെ ആ സമയത്തുള്ള സ്റ്റോറിയൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ഫുൾ ടൈം വിബി ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഞാനും അതിലും ഉള്ളിടത്തായിരുന്നു. എന്നിട്ട് അവനെ പെണ്ണുപിടിയനാക്കുന്നു. എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ്, പ്രക്രിയകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി ഏത് ലെവലിലേക്കും പോകുന്ന ഈ മോശം പ്രവണതയെ അത് കിക്കെന്ന് പറയുന്നൊരു സംഘടന. പല യൂട്യൂബേഴ്സും ഞങ്ങളെ അനുകൂലിച്ച് പല യൂട്യൂബേഴ്സിൻ്റെ സൈലൻസ് നിങ്ങൾ കാണണം. വിവി ഇട്ട ഒരു വീഡിയോ പോലും എടുത്ത് വെച്ച് റിയാക്റ്റ് പോലും ചെയ്തിട്ടില്ല. അതിന് കാരണം കിക്കെന്ന് പറയുന്ന സംഘടന ഒട്ടുമിക്ക ആൾക്കാരെയും പുതിയ ചാനലുകളെ വരെ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കിക്കെന്ന് പറയുന്ന ഇതിന് അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പേടിച്ചിട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇല്ലാതാക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഷബീന ബീബി എന്ന് പറയുന്ന അവരുടെ ചാനൽ അടിച്ചു കളയാൻ വേണ്ടി കൊട്ടേഷൻ തന്നപ്പോഴും അന്ന് ജിനൂസ് ബോയും ഒഴിവാക്കി ഉള്ളവരാരും, ജിനൂസ് ബോയും അതുലും ഒഴിവാക്കി ആരും പറഞ്ഞിട്ടില്ല ഈ ചാനൽ കളയരുതെന്ന് പറഞ്ഞിട്ടില്ല. കാര്യം അവരുടെ എത്തിക്സിന് എതിരാണെന്ന് പറഞ്ഞു. അപ്പം ആയിക്കോട്ടെ. പക്ഷേ എന്താ പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ എനിക്ക് ജിനൂസ് ബോയെ മാത്രമേ ഉള്ളൂ ഈ പറയുമാതിരി ആൾ തെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ ഇവരാരും കണ്ടവരുമില്ല കേട്ടവരുമില്ല. എൻ്റെ ആ വോയിസിൻ്റെ കാര്യം ഒരു ഗ്രൂപ്പിൽ ഇത് ചെയ്തിട്ടുള്ള ഇതൊക്കെ ജിനൂസ് ബോയും അതിലൊക്കെ നേരത്തെ കേട്ടിട്ടുള്ളത്. പക്ഷേ എന്നെ കുറ്റക്കാരനാകണം, പോർട്ടർ ചെയ്യണം, എന്നെ സേവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതെല്ലാം മറന്നു. ഇവരെല്ലാം നല്ല മനുഷ്യരായി ആത്മാർത്ഥമായിട്ടിരിക്കട്ടെ, നന്നായിട്ടിരിക്കട്ടെ. പക്ഷേ എല്ലാവരും ഇതായിക്കോട്ടെ. കുറ്റങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു കേട്ടോ, ഞാൻ ഏറ്റെടുക്കുന്നു, കുഴപ്പമില്ല. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ ഓൾ.